ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ചാപ്റ്റർ 18 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പോയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടെ പറയാം. ചാപ്റ്റർ 18 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടല്ലോ, ഏത് ചാപ്റ്റർ ആണെന്ന് മനസ്സിലായില്ലേ? നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ 18 ആണ് കേട്ടോ. എല്ലാവരും വേഗം ടെക്സ്റ്റ് ഒക്കെ എടുക്കുക. ചാപ്റ്റർ 18 ആണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ 18 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നമുക്ക് എന്താണ് പറയാ, ഒട്ടും ഡിഫിക്കൽട്ടി ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയമാണ് നമ്മുടെ ഈ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്ന ഈ പോയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനോ ഒന്നും ആവശ്യമില്ലെങ്കിൽ കൂടി നമുക്കിത് വായിച്ചാൽ തന്നെ നമുക്കിതിന്റെ മീനിങ്ങുകളും അതുപോലെയൊക്കെ മനസ്സിലാവുന്ന ഒരു സിമ്പിൾ പോയമാണ്. ഓക്കെ, അപ്പൊ ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓദർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ നിസീം എസക്കിയേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓദറാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ. അപ്പൊ നമുക്ക് ഈ പോയത്തിനെ കുറിച്ച് പറയുമ്പം ഒരു ഇന്ത്യൻ വില്ലേജ് അല്ലെ, നമ്മുടെയൊക്കെ ഇന്ത്യയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സാധാരണ ഒരു റൂറൽ വില്ലേജിൽ നടക്കുന്ന ചെറിയൊരു ഇൻസിഡന്റ് ആണ് ഇതില് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ പോയറ്റ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അമ്മയും അല്ലെ അനിയനും ഒക്കെ വീട്ടില് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഒരു മഴക്കാലത്ത് കേട്ടോ, നല്ല മഴയുള്ള ഒരു സമയത്ത് ഒരു സ്കോർപ്പിയൻ അല്ലെ, ഒരു തേള് അത് വന്നിട്ട് ഈ അമ്മേനെ കടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതും അതിനെ തുടർന്നുണ്ടാകുന്ന ചെറിയ ആൾക്കാരൊക്കെ വട്ടം കൂടി അവർ പെട്ടെന്ന് മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നതും അമ്മ വേഗം സുഖപ്പെടുന്നതും പിന്നീട് അമ്മ ദൈവത്തിനോട് കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇതൊരു പോയമാക്കാനുള്ള ഒരു തീം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആലോചിക്കും അല്ലെ. പക്ഷെ ഈ പോയറ്റിന്റെ കഴിവ് എന്താണ്? ക്രിയേറ്റിവിറ്റി അല്ലെ. അപ്പൊ ചെറിയൊരു തീം കിട്ടിയാൽ കൂടി അതിനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതി ഒരു സിമ്പിൾ ഉള്ള പോയം ആക്കി തീർക്കുകയാണ് അദ്ദേഹത്തിന്റെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീമാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ നിസീം എസക്കിയേലിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു പോയം എല്ലാത്തിലും നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഡിഗ്രി ലെവലിൽ എടുത്താലും നമ്മൾ +2 ഒക്കെ എടുത്താലും ഈ ഒരു പോയം നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പൊ നമുക്ക് പോയത്തിലേക്ക് കടക്കാം. എല്ലാവരും ചാപ്റ്റർ ഏതാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ചാപ്റ്റർ 18 ആണ് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് എന്താണ് പോയത്തിന്റെ സമ്മറി എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സമ്മറി നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ പോയത്തിന്റെ ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പോയത്തിലേക്ക് വരികയാണെങ്കിൽ നിസീം എസക്കിയേൽ ഈസ് ദ ഓദർ ഓഫ് ദ പോയം. ഓക്കെ, നിസീം എസക്കിയേൽ ആണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. നിസീം എസക്കിയേൽസ് നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ഈസ് എ സ്ട്രോങ് at a simple statement on the power of selfless love. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് സെൽഫ്ലെസ് ലവ് ആണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആർക്കായിരിക്കും? അമ്മയ്ക്കായിരിക്കും അല്ലെ. അപ്പൊ അമ്മ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. എന്റെ മക്കൾക്കൊന്നും വരുത്തരുതേ, അവർക്ക് ഈ സ്കോർപ്പിയന്റെ തേളിന്റെ കടിയൊന്നും കിട്ടിയില്ലല്ലോ, അവര് രക്ഷപ്പെട്ടല്ലോ, ദൈവമേ നിനക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ദൈവത്തിനോട് നന്ദി പറയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു തീമാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പവർ ഓഫ് സെൽഫ്ലെസ് ലവ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു തീമാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഏത് ചാപ്റ്റർ ആണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ചാപ്റ്റർ 18 നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ആണ് നമ്മളിപ്പോ എടുക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ കാണിച്ചു തരാം. നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ ആണ് നമ്മളിപ്പോ
എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? The poem captures a well-detached black and white snapshot of Indian village with superstitious simplicity. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു ഇത് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ വില്ലേജ്, നമ്മുടെ ഓക്കെ, അതെ എന്തോ ഒരു ഇറർ സംഭവിച്ചായിരുന്നു കേട്ടോ, ആപ്പിന് പറ്റിയതാണ്. ഓക്കെ, ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നമ്മുടെ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഈ കഥ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഒരു സാധാരണ ഒരു ഇന്ത്യൻ വില്ലേജിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്താ പറയാ? ദ പോയിന്റ് ഡ്രാമാറ്റൈസ് എ ബാറ്റിൽ ഓഫ് ഐഡിയ ഫോർട്ട് ഇൻ എ നൈറ്റ് ഇൻ എ ലാംപ് ലൈറ്റ് ബിറ്റ്വീൻ ഈവിൾ ആൻഡ് ഗുഡ് അല്ലെ? അപ്പൊ നമ്മൾ ഈ തേളിനെയൊക്കെ നമ്മൾ ആയിട്ടാ കാണുക, ഒരു മോശം ജീവി അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മൾ ഏളിനെയൊക്കെ കാണുക അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതൊരു ഈവിൾ ആണെന്ന് പറയാം അല്ലെ? ഒരു ഈവിൾ വണ്ണായെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ? ഒരു ദുഷ്ടശക്തിയെ പോലെയാണ് നമ്മൾ കണക്കാക്കുക അല്ലെ? അപ്പൊ ഒരു രാത്രിയിൽ അല്ലെ, ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ നടന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരു യുദ്ധമായിട്ടാണ് ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി കവി പറയുന്നത്. ഓക്കെ, നല്ല ആൾക്കാരായ ആ അമ്മയും കുഞ്ഞുങ്ങളും ആ മുറിയിലേക്ക് ഈ ഈവിൽ വണ്ണായിട്ടുള്ള ഈ ഒരു വിഷജന്തു കയറി ചെല്ലും. അപ്പൊ അവര് തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് ഈ ചെറിയൊരു ഇൻസിഡന്റിനെ നമ്മുടെ ഇനിസി മെസക്കിയൽ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ബിറ്റ്വീൻ ഡാർക്ക് ആൻഡ് ലൈറ്റ്, the poet is often the reminiscence of childhood. അപ്പൊ പോയിന്റ് ഈ ചെറുപ്പകാലത്തിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പൊ പോയിന്റ് ചെറുതായിരുന്നപ്പോഴും നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പൊ അദ്ദേഹം വലുതായി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചൈൽഡ്ഹുഡിൽ നടന്ന ഈ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്തെടുത്തിട്ട് അതിനെപ്പറ്റി എഴുതുന്നത്. ഇറ്റ് വാസ് എ റെയിനി നൈറ്റ്. ഇനി എന്താണ് സംഭവിച്ചത് അല്ലെ? ഈ പോയറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ എന്ത് ഇൻസിഡന്റ് ആണ് അവിടെ നടന്നത് എന്നാണ് ഇനി പറയുന്നത്. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഇറ്റ് വാസ് എ റെയിനി നൈറ്റ്. നല്ല മഴയുള്ള ഒരു രാത്രിയായിരുന്നു. സ്കോർപ്പിയൻ സ്ട്രങ് ദ മദർ ഓഫ് ദ പോയറ്റ്. അപ്പൊ എന്ത് ചെയ്തു? ഈ സ്കോർപ്പിയൻ തേളാണ് കേട്ടോ. അപ്പൊ തേള് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഈ പോയറ്റിന്റെ അമ്മയുടെ കാലില് അത് കടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ദ സ്കോർപ്പിയൻ വാസ് നോട്ട് വിസിബിൾ. അപ്പൊ സ്കോർപ്പിയൻ എന്താണ്? സ്കോർപ്പിയനെ നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല അല്ലെ? അത് മഴയുള്ള ഒരു രാത്രിയായിരുന്നു. അമ്മയൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അത് വന്ന് കടിച്ചു ചെയ്തു. അത് പെട്ടെന്ന് എവിടേക്കോ അപ്രത്യക്ഷമായി പോയി. അപ്പൊ എങ്ങോട്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതോ അതിനൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ അതിനെ മാറ്റി. ഇറ്റ് വാസ് ഹിഡൻ അണ്ടർ ദ സാക്ക് ഓഫ് റൈസ്. എവിടെയാണ് കയറി ഒളിച്ചിരുന്നത്? അവരുടെ വീട്ടിൽ
അപ്പൊ എന്താ പറയാ, ഈ സ്കോർപ്പിയനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. കാരണം ഈ ജന്തു എങ്ങോട്ടാ പോയതെന്ന് ഇവർക്ക് അറിയില്ല. അപ്പൊ അമ്മേനെ വന്ന് കടിച്ചു, പെട്ടെന്ന് തന്നെ അമ്മക്ക് കാല് വേദന എടുത്തു, അമ്മ ഉറക്കെ കരഞ്ഞു. അപ്പോഴാണ് ഇവര് നോക്കുന്നത്. അപ്പൊ സ്കോർപ്പിയൻ ബൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ ഇതിന്റെ ഈ ജീവി എങ്ങോട്ട് പോയെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവമേ ഇതിനൊന്ന് കണ്ടിട്ടണേ, അതൊന്ന് നശിച്ചു പോണേ, അതൊന്നും ഇല്ലാണ്ടായി പോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. They wanted the scorpion stand still to avoid the spread of the poison in mother's body. എന്നിട്ട് പിന്നെ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ജന്തു ഇഴഞ്ഞ് വേറൊരിടത്തോട്ട് പോകാതിരിക്കട്ടെ, അത് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ മാത്രമാണ് അമ്മയുടെ ശരീരത്തിലുള്ള ആ ഒരു പോയിസൺ, അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു പോയിസൺ സ്പ്രെഡ് ആവാതിരിക്കുള്ളൂ. അപ്പൊ ഈ ജന്തു ഇഴഞ്ഞ് നീങ്ങുന്നതനുസരിച്ച് ഈ വിഷം ശരീരത്തിലേക്ക് എല്ലായിടത്തേക്കും ആവും. അപ്പൊ അത് എഴയാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ വിഷം സ്പ്രെഡ് ആവില്ല. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്, അത് വേറെ എങ്ങോട്ടും പോവാതെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. person takes the poison with an incantation. അപ്പൊ ഇവര് ഒരു വൈദ്യരെ പോലെയൊക്കെ ഒരു ആളെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് എന്താ പറ്റി നമ്മുടെ കുറച്ച് അത്ഭുതം പോലെ എന്തൊക്കെയോ കാണിച്ചു, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, മരുന്നൊക്കെ കൊടുത്തു. അമ്മയ്ക്ക് എന്തായാലും ആ പോയിസൺ അവര് മാറ്റിയെടുത്തു. അപ്പൊ ആ ഒരു തേള് കടിച്ച ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് മാറിക്കിട്ടി, അവര് സുഖപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ആഫ്റ്റർ 20 years she left her. അങ്ങനെ ഒരു 20 മണിക്കൂറിന് ശേഷം അമ്മ എന്തായി, ഒരു നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ തേള് കഴിച്ചാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, വിഷമൊന്നുമില്ലാണ്ട് അമ്മ ഇപ്പൊ ഒരു നോർമലായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. She thanked God for sparing her children from scorpion's sting. അപ്പോ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചു അല്ലെ, കുറെ വിഷമിച്ച് ഒരുപാട് വേദനയൊക്കെ സഹിച്ചിട്ടും അമ്മ എന്താണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. She thanked God എന്നാ പറയുക അല്ലെ, ദൈവത്തിന് നന്ദി പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, തന്റെ കുട്ടിക്ക് ഈ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചതിന് ദൈവമേ നിനക്ക് നന്ദി എന്നാണ് അമ്മ പറയുന്നത് അല്ലെ. അപ്പൊ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ അമ്മയ്ക്ക് പകരം ആ കുട്ടിക്കാണ് കടിയേറ്റിരുന്നല്ലോ. അപ്പൊ ആ കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് ആ വിഷമൊന്നും അങ്ങനെ ദേഹത്തൊന്നും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ശക്തിയൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ചെറിയ ശരീരം നമ്മൾ പെട്ടെന്ന് അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കാം അല്ലെ. അപ്പൊ അമ്മയ്ക്ക് നന്ദി പറയുന്നത് എന്താണ്, എന്റെ കുട്ടികൾക്ക് അപകടമൊന്നും വരാതെ കാത്തു സൂക്ഷിച്ചതിന് ദൈവമേ നിനക്ക് നന്ദി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് എന്ത്, അമ്മയുടെ ഒരു സെൽഫ്ലെസ് ലവ്, ഒട്ടും പകരം വെക്കാനാവാത്ത ഒരു സെൽഫ്ലെസ് ലവ് ആയിട്ട് നമ്മളോട് ഇവിടെ പോയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ പോയിട്ടിന്റെ ജീവിതത്തിൽ ഒറിജിനലി നടന്നൊരു ഇൻസിഡന്റ് ആണ് അത്. അദ്ദേഹം ഒന്ന് ഓർമ്മയിൽ എടുത്ത് അദ്ദേഹത്തിന്റെ അമ്മയുടെ ആ സ്നേഹവും ഒക്കെ ഒരു സാധാരണ ഇന്ത്യൻ വില്ലേജിൽ നടന്നൊരു സംഭവം ഒക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. ഓക്കെ, അതാണ് എന്ത്, നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്നത് കേട്ടോ. സ്കോർപ്പിന്റെ രാത്രി അല്ലെങ്കിൽ തേളിന്റെ രാത്രി എന്ന അർത്ഥം വരുന്നതാണ് ടൈറ്റിൽ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പോയത്തിന്റെ സമ്മറി എന്ന് പറയുന്നത് കേട്ടോ. ഈ പോയത്തിന്റെ അർത്ഥം ഇതാണ്, ഒരു മഴയുള്ള രാത്രിയിൽ സ്കോർപ്പിയൻ ദൈവത്തിനോട് ദൈവമേ നന്ദി, എന്റെ കുട്ടികളെ അപകടത്തിൽ രക്ഷിച്ചത് നിനക്ക് നന്ദി എന്ന് പറയും. അതാണ് നമ്മുടെ പോയത്തിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് അത് എടുക്കാം. ഓക്കെ, അപ്പൊ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിൽ ഇംഗ്ലീഷും മലയാളവും അല്ലെ, കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മലയാളം മീനിങ്ങോടെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് ന്യൂ വേർഡ്സ് കണ്ടോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ ന്യൂ വേർഡ്സ് ഒക്കെ നിങ്ങളൊന്ന് പഠിക്കണം. ഓക്കെ, ഇതിന്റെ മീനിങ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതുമ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എഴുതാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കിടക്കുന്ന ഈ മീനിങ്ങും അതിന്റെ മലയാളം അർത്ഥം മസ്റ്റ് ആയിട്ട് ഓക്കെ.
ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ പോയത്തിനെ പറ്റി പറയുന്നത്. ഇനി അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ഇതിന്റെ ലൈൻസ് കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ പോയമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എക്സാമിന് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. സാധാരണയായിട്ട് അങ്ങനെയുള്ള അതിനുശേഷം നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് ഈ ഓരോ സ്റ്റാൻസ് ആയിട്ട് കേട്ടോ, എത്രയുണ്ട്, ഒരു 3 സ്റ്റാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ 3 സ്റ്റാൻസയും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്ത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എക്സാമിന് വരുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ സ്റ്റാൻസ് എടുക്കുക, ഒന്ന് നോക്കുക കേട്ടോ. എന്താണ് നോക്കുന്നത്? The peasants came like a swarm of flies. അല്ലെ, അപ്പൊ പോയതിന്റെ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് ഒത്തുകൂടി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഒത്തുകൂടിയത്? അങ്ങനെ പോണ്ട്. And bust the name of God, അല്ലെ, 100. പിന്നെ എന്ത് ചെയ്തു? എല്ലാവരും വീട്ടിലേക്ക് ഓടിക്കൂടി. അതിനുശേഷം അവര് ദൈവത്തിന്റെ നാമം, അല്ലെ, ദൈവമേ എന്ന് ഒരുപാട് പ്രാവശ്യം ഉറക്കെ വിളിക്കുന്നതാണ് അവർ കേൾക്കുന്നത്, ഈ കുട്ടി കേൾക്കുന്നത്. Time to paralyze the evil one. എന്നിട്ട് അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദയവ് ചെയ്ത് ആ ഒരു ജന്തുവിനെ ഒന്ന് പാരലൈസ്ഡ് ആക്കണേ, തളർത്തിയിടണേ, അതിന് അധിക ദൂരം പോവാതിരിക്കണേ എന്നാണ് ഈ വന്ന ആളുകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് ക്യാൻഡിൽസ് ആൻഡ് വിത്ത് ലാൻഡേൺസ്. അവരുടെ കയ്യിൽ എന്താണുള്ളത്? അവരുടെ കയ്യില് മെഴുകുതിരികളും അതുപോലെ ചെറിയ റാന്തൽ വിളക്കുകളുമാണ് വന്ന ആളുകളുടെ കയ്യിൽ ഉള്ളത്. Throwing giant scorpion shadows on the mud-baked walls. അവരെന്താ ചെയ്യുന്നത്? അവര് അവരുടെ കയ്യിലുള്ള വെട്ടൊക്കെ വെച്ചിട്ട് ആ ഒരു വീടിന് ചുറ്റും, വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഈ സ്കോർപ്പിയൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. They searched for him. He was not found. They clipped their tongues. അവര് എന്ത് ചെയ്യുന്നത്? അവര് അതിനെ കണ്ടെത്തിയില്ല. അതുകൊണ്ട് അവരുടെ നിരാശയുടെ രൂപത്തില് അവര് ഭയങ്കരമായിട്ടും നിരാശപ്പെട്ട് ഉള്ളൊരു എക്സ്പ്രഷൻ ഒക്കെ അവരുടെ മുഖത്ത് ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്രയുമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഒരുപാട് ആളുകൾ വീട്ടിലേക്ക് വന്നു, അവര് എല്ലായിടത്തും സെർച്ച് ചെയ്തു, ആ ജന്തുവിനെ കണ്ടെത്താനായില്ല. ഒരു നിരാശയുടെ രൂപം എല്ലാവരുടെ മുഖത്തും എക്സ്പ്രഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു 6 ലൈൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ചു നോക്കാം. പോയതിന്റെ സമ്മറി നമുക്ക് മനസ്സിലായതുകൊണ്ട് നമുക്ക് ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷെ അത് എങ്ങനെ എഴുതണമെന്നാണ് നമുക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് വായിച്ചു തന്നെ പഠിക്കണം. ഓക്കെ, ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. From which poem have the above lines been taken? അപ്പൊ ഈ പോയത്തിന് ഒരിടത്തും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഏത് ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഈ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞൊരു വാക്ക് മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെതാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോയതിന്റെ ലൈൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഈ ലൈൻസ് ഏത് പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അപ്പൊ എന്താണ് ആൻസർ? These lines have been taken from the poem Night of the Scorpion. ഈ പോയത്തിന്റെ ലൈൻസ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ എന്ന് പറയുന്ന പോയത്തിലെ 6 ലൈൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്ത എന്താണ്? വാസ് ഇറ്റ് എ ഡാർക്ക് നൈറ്റ്? അല്ലെ, ഈ കഥ നടക്കുന്നത് ഏത് സമയത്താണ്? പകലാണോ രാത്രിയാണോ? രാത്രി സമയത്തല്ലേ. അപ്പൊ എന്താണ് ആൻസർ കൊടുക്കേണ്ടത്? യെസ്, ഇറ്റ് വാസ് എ ഡാർക്ക് നൈറ്റ്. നല്ല രാത്രിയിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? Had it been raining for long? അന്ന് ഒരുപാട് മഴ പെയ്തിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ മഴയുള്ള ഒരു സമയമായിരുന്നു, അതെ അല്ലെ? എങ്ങനെയാണ് പറയുക? യെസ്, ഇറ്റ് ഹാഡ് ബീൻ റെയിനിങ് ഫോർ ലോങ്. ഒരുപാട് നല്ല നീണ്ട മഴയുള്ള ഒരു രാത്രിയിലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. പിന്നെ അടുത്ത എന്താണ്? വാട്ട് ഡ്രോവ് ദ സ്കോർപ്പിയൻ ഇൻസൈഡ് ദ ഹൗസ്? എന്താണ് സ്കോർപ്പിയനെ അവരുടെ ആ കുടിലിനുള്ളിലേക്ക് എത്തിച്ചത്, അല്ലെ? എങ്ങനെയാണ് സ്കോർപ്പിയൻ അവിടെ എത്തിപ്പെട്ടത്? ആ ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് ആൻസർ ആയിട്ട് എന്ത് എഴുതാം?
കണ്ടിന്യൂസ് റെയിൻ അല്ലെ, നല്ല ശക്തിയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് പെയ്യുന്ന മഴയത്താണ് ഈ സ്കോർപിയൻ ഇവരുടെ പിന്നെ എന്താ പറയുക, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് അല്ലെ, നമ്മളോട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ, ആ ലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ സെലക്ട് ചെയ്യണം. എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ചൂസ് ദ വേർഡ് ഫ്ലാഷ്. ഇവിടെ ഫ്ലാഷ് എന്ന വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ ഫ്ലാഷ് എന്ന വാക്കുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള അല്ലെങ്കിൽ അതിന്റെ മീനിങ്ങിനോട് ഏറ്റവും അടുത്ത് വരുന്ന ഒരു മീനിങ് ഉള്ളത് ഏതാണെന്ന് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ക്വിക്ക് ആൻഡ് സഡൻ ആക്ഷൻ അല്ലെ. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് നമ്മൾ ക്യാമറയുടെ ഫ്ലാഷ് ഒക്കെ അടിക്കുമല്ലോ, അപ്പൊ അത് പെട്ടെന്ന് വന്നു പോകുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ക്വിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് why does he call the tail diabolic അല്ലെ. അപ്പൊ ആ തേളിന്റെ വാല് ഡയബോളിക് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഡയബോളിക് എന്ന വാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അത് ഭയങ്കര പോയിസൺ അല്ലെ, ഭയങ്കര വിഷമുള്ള ഒരു ജന്തുവാണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഡയബോളിക് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? He calls the tail diabolic അല്ലെ, അതിന്റെ വാല് ഡയബോളിക് ആണ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് പോയിസൺസ് ദ പേഴ്സൺ ഇറ്റ് സ്റ്റീംസ് അല്ലെ. അത് ആരെയാണോ കടിക്കുന്നത് അല്ലെങ്കിൽ കുത്തുന്നത് അവരുടെ ശരീരത്തിലേക്ക് അതിന്റെ വിഷം ഇൻജക്ട് ചെയ്യാനുള്ള കഴിവ് ഈ തേളിന് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയുന്നത് തേള് ഭയങ്കര പോയിസൺ ആയിട്ടുള്ള ഒരു ജന്തുവാണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഡയബോളിക് എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? What does the poet compare the peasants to? അല്ലെ, ഇവിടെ പെസൻസ് ആണ്, നമ്മൾ കൃഷിക്കാരായിട്ടുള്ള ആളുകളാണ് അല്ലെ. പെസൻസ് എന്താ? കൃഷിക്കാർ അല്ലെ. അപ്പൊ ഇവരുടെ അമ്മയും ഈ പോയിറ്റിന്റെ അമ്മയും കൂടെ ജോലി ചെയ്യുന്ന അയൽക്കാരും എല്ലാവരും എങ്ങനെയാണ്? എല്ലാവരും കൃഷിക്കാരാണ് അല്ലെ. അപ്പൊ ഈ അമ്മയ്ക്ക് ഒരു അപകടം നടന്നു, അവർ ഉറക്കെ കരഞ്ഞപ്പോ ആരാണ് വീട്ടിലേക്ക് ഓടി വന്നത്? അടുത്തുള്ള വീട്ടിലെ ആളുകൾ, അവരൊക്കെ ആരാണ്? കർഷകരാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഡസ് ദ പോയറ്റ് കമ്പയർ ദ പെസൻസ്? ഇവിടെ ഈ ആരുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ദ പോയറ്റ് കമ്പയർ ദ പെസൻസ് ടു swarm of flies, ഒരു കൂട്ടം തേനീച്ച പോലെ അല്ലെ. നമ്മള് എന്തെങ്കിലും ചപ്പഴം കൊണ്ടുവന്ന ഒരുപാട് ഈച്ചകൾ വന്നിരിക്കും അല്ലെ. അപ്പൊ അതുപോലെയാണ് swarm of flies അല്ലെ, ഒരു കൂട്ടം ഈച്ചയെ പോലെയാണ് അയൽവക്കക്കാരൊക്കെ ഓടി ഇവരുടെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോയറ്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why did the peasants say the name of God? പെസൻസ് ആരുടെ പേരാണ് 100 പ്രാവശ്യം പറഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ചോദ്യത്തിൽ കേട്ടോ. ആരുടെ പേരാണ് പറഞ്ഞത്? ദൈവത്തിന്റെ അല്ലെ, ഗോഡിന്റെ പേരാണ്. ദൈവമേ രക്ഷിക്കണേ, ദൈവമേ നീ ഇവരെ കാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 100 തവണയെങ്കിലും അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം? ദ പെസൻസ് സെഡ് ദ നെയിം ഓഫ് ദ ഗോഡ് അല്ലെ, ദൈവത്തിന്റെ പേരാണ് ഇവിടെ ഓരോ പ്രസന്റുകളും പറഞ്ഞത്. പിന്നെ എന്താണ്? 100 times to paralyze the evil one. പിന്നെ എന്ത് പറഞ്ഞു? ഒരു 100 പ്രാവശ്യമെങ്കിലും ദൈവത്തിനോട് അവർ പ്രാർത്ഥിച്ചു ഈ ഒരു വിഷയത്തെ അനുവദിക്കരുത് എന്ന് അവർ. അപ്പൊ എന്താണ് വിളിച്ചത്? പേരാണ് അവരൊരു 100 തവണ വിളിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു ഈവിൾ വണ്ണിനെ പാരലൈസ് ആക്കണം അല്ലെ, അതിനെ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ പെസൻസ് 100 തവണയെങ്കിലും ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ആദ്യത്തെ ഒരു പാരഗ്രാഫ് അല്ലെ, 6 ലൈൻസിനെ ബേസ് ചെയ്തിട്ട്
ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കണ്ടോ. അപ്പൊ നമ്മളോട് ഓരോ ലൈൻസ് ബൈ ലൈൻ ആയിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കാം, ആ വരികളുടെ അർത്ഥം ചോദിക്കാം, ഇതുപോലെ സാധാരണ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും പോയത്തിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ഒരു 6 ലൈൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. With every moment that the scorpion made his poison moved in mother's blood, they said, may your suffering decrease, misfortune unreadable is the sum of good. അപ്പൊ എന്താ പറയുക, അവര് പ്രാർത്ഥിക്കുകയാണ്, ആ ചുറ്റുകൂടിയിരിക്കുന്ന പെസൻസ് ഒക്കെ പറയുകയാണ്, ഈ ജന്തു ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതോറും അല്ലെ, തേർഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇഴഞ്ഞ് നീങ്ങും തോറും നമുക്ക് എന്ത് സംഭവിക്കും, ഈ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലൂടെ ആ പോയിസൺ കൂടിക്കൊണ്ടിരിക്കും അല്ലെ, അതിന്റെ ഒരു മൂവ്മെന്റ് കൂടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എന്താണ്, അടുത്ത ജന്മത്തിലേക്ക് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീർക്കട്ടെ. വേദനയാണല്ലേ അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇപ്പൊ ആ ഒരു 6 ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്, ഹൂ കെയിം ഇൻ ടു ദ ഹൗസ്, ആരാണ് വീട്ടിലേക്ക് വന്നത്, ആരാണ് വീട്ടിലേക്ക് വന്നത്, ദ പെസൻസ് കെയിം ഇൻ ടു ദ ഹൗസ് അല്ലെ, പെസൻസ് ഒരുപാട് കർഷകരാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ അടുത്ത ചോദ്യം എന്താണ്, what is the scorpion referred to in the third line? ഇവിടെ നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനില് ഇവിടെ സ്കോർപ്പിയൻ എന്ന് പറഞ്ഞൊരു വാക്ക് തന്നിട്ടുണ്ട് അല്ലെ. സ്കോർപ്പിയൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് എ സ്കോർപ്പിയൻ, ഇവിടെ സ്കോർപ്പിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈവിൾ, ആ വിഷജന്തുവിനെയാണ് ഇവിടെ സ്കോർപ്പിയൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത എന്താണ്, whose shadows were thrown on the walls, അവിടെ കണ്ട ആ ഭിത്തി, ആ വീടിന്റെ ഭിത്തിയൊക്കെ ആരുടെ നിഴലാണ് വന്ന് പതിച്ചത്, ആരുടെ നിഴലാണ് അല്ലെ, സ്കോർപ്പിയന്റെ നിഴൽ അല്ലെ, നമ്മളെ അമ്മേനെ കടിച്ചിട്ട് അവിടെ ഒളിച്ചിരുന്ന ആ ഒരു സ്കോർപ്പിയന്റെ നിഴലാണ് അവിടെ പതിഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ വൺ വേർഡ് ആയിട്ടുള്ള ആണ് കേട്ടോ. അത് നമുക്ക് പോയതിന്റെ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ദ ഫ്രേസ് വിത്ത് ദെയർ ടങ് എക്സ്പ്രസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ അവര് ഒരു നിരാശ അല്ലെ, നമ്മുടെ സ്കോർപ്പിയനെ കണ്ടു കിട്ടാതായപ്പോ അവര് നിരാശാഭാവത്തില് അവരുടെ മുഖത്തായ എക്സ്പ്രഷൻ പ്രകടമായിരുന്നു. അപ്പൊ ഏത് വാക്കാണ് അത് സൂചിപ്പിക്കുന്നത്, ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടോ, ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് സെന്റൻസ് ആണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഏത് സെന്റൻസ് ആണ്, ആൻസർ കൊടുത്തിട്ടുണ്ട്, ദ പെസൻസ് ഫെയിലിയർ ടു ഫൈൻഡ് ദ സ്കോർപ്പിയൻ അല്ലെ, അവരുടെ കർഷകര് ആ ഒരു സ്കോർപ്പിയനെ കണ്ടുപിടിക്കുന്നതിൽ നിരാശരായി, അതുകൊണ്ടാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ക്ലിപ്ഡ് ദെയർ ടങ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ, അവരുടെ നാക്കില് കുലുക്കി അല്ലെങ്കിൽ അവരുടെ ആ ഒരു മുഖത്ത് എക്സ്പ്രഷൻ വന്നു എന്ന് പറയുന്നത് ആ ഒരു മീനിങ് കൊണ്ടാണ് അല്ലെ, അവർക്ക് ആ ഒരു ജന്തുവിനെ, ആ ഒരു വിഷജന്തുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, അതിന്റെ ഒരു സൂചകമായിട്ടാണ്, നിരാശയായിട്ടാണ് അവര് എന്ത് പറഞ്ഞത്, അവര് ആ ഒരു എക്സ്പ്രഷൻ നോക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഏതാണ് ആൻസർ, ദ പെസൻസ് ഫെയിലിയർ ടു ഫൈൻഡ് ദ സ്കോർപ്പിയൻ, പെസൻസ് എന്ത് ചെയ്തു, സ്കോർപ്പിയനെ കണ്ടുപിടിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ, നമ്മൾ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ പോയത്തിനെ നന്നായിട്ട് ലൈൻസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് അത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 2 കണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഉള്ളതൊന്നും ശ്രദ്ധിക്കാം കേട്ടോ. ഇനി അടുത്ത എന്താണ്, സിമിലി മെറ്റഫോർ നമ്മൾ ഗ്രാമർ സെക്ഷനിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കണേ, അത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെക്ഷൻ നോക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താ ചോദിച്ചിരിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ദേ സെഡ് ഹാസ് ബീൻ റിപ്പീറ്റഡ്. അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ദേ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കാണാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം വായിച്ചു നോക്കുക. ഹൗ മെനി ടൈംസ് ദേ സെഡ് ഹാസ് ബീൻ റിപ്പീറ്റഡ്, ദേ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് എത്ര തവണയാണ് പോയതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്, എത്ര തവണയാണ്, ഇറ്റ് ഹാസ് ബീൻ റിപ്പീറ്റഡ് 6 ടൈംസ്, 6 പ്രാവശ്യമാണ് ദേ സെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്,
Who are they in the above lines? ഇവിടെ they എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ് അല്ലെ? നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസയിൽ നോക്കിയാൽ കാണാം they എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ they എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അവരുടെ വീട്ടിൽ ഓടിക്കൂടിയ പെസൻസ് അല്ലെ, പെസൻസ് കർഷകരെയാണ് ഇവിടെ they എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Why did they want the scorpion to stand still? അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അത് ഇഴഞ്ഞു പോകാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? Because they believed with the of the scorpion the poison moved in mother's womb. അല്ലെ, അപ്പൊ അത് ഇഴഞ്ഞു പോകാതെ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കണം എന്ന് അവർ ആഗ്രഹിച്ചത് കൊണ്ടാണ് അവര് പറയുന്നത് ഇഴയും തോറും അമ്മയുടെ ശരീരത്തിൽ ആ ഒരു പോയിസൺ അതെ ആപ്പിന്റെ എന്തോ പ്രശ്നമാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അത് സ്റ്റക്ക് ആയിപ്പോണം, അതുകൊണ്ടാണ് ഒന്നും കേൾക്കാത്തത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why did they want the scorpion to sit still? എങ്ങനെയാണ് അത് മൂവ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അമ്മയുടെ ശരീരത്തിൽ ആ പോയിസൺ ഒന്ന് അനങ്ങാതെ അല്ലെങ്കിൽ അതിനൊരു അനക്കം സംഭവിക്കാതിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർ എന്ത് പ്രാർത്ഥിച്ചത്? സ്കോർപ്പിയൻ അനങ്ങാതെ മൂവ് ചെയ്യാതെ എവിടെയെങ്കിലും ഇരിക്കണേ എന്നവര് പ്രാർത്ഥിച്ചത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ സ്റ്റാൻസയെ സംബന്ധിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഇനി ഒരു സ്റ്റാൻസയും കൂടെ ഉണ്ട്, ഒന്നല്ല രണ്ട് സ്റ്റാൻസയും കൂടെ ഉണ്ട്. അപ്പൊ രണ്ട് സ്റ്റാൻസയും കൂടെ ഉണ്ട്, നമ്മുടെ പോയിന്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് മൂന്നാമത്തെ സ്റ്റാൻസ് നോക്കാം. May the poison purify your flesh of desire and your spirit of ambition. They said, and they sat around on the floor with my mother's in the center. The pace of understanding on each face. More candles, more lanterns, more neighbors, more insects and the endless array. അപ്പൊ അവര് ആ ഒരു സ്കോർപ്പിയനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഒരുപാട് ആളുകൾ അല്ലെ, അമ്മ നടുക്കുണ്ട്, അമ്മയുടെ ചുറ്റും എന്താണ് നിറയെ ആളുകളാണ് തിങ്ങി കൂടി നിൽക്കുന്നത്. ദ പീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഓൺ ഈച്ച് ഫേസ് അല്ലെ, ഓരോരുത്തരുടെ മുഖത്തും എന്താണ് അമ്മ രക്ഷപ്പെടും, എന്തായാലും ഒരു നല്ലത് സംഭവിക്കും, അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഓരോ ആളുകളുടെയും മുഖമാണ് അവിടെ പോയിട്ടിന് കാണാനായിട്ട് കഴിയുന്നത്. മോർ കാൻഡിൽസ്, മോർ ലാൻഡേൺസ്, മോർ നൈബേഴ്സ് അല്ലെ, ഒരുപാട് വെളിച്ചം, ഒരുപാട് തിരിയുടെ വെട്ടം, അതുപോലെ തന്നെ ഒരുപാട് അയൽക്കാർ അല്ലെ. മോർ ഇൻസെക്ട് ആൻഡ് എൻഡ്ലെസ് റെയിൻ, നല്ല ശക്തിയായിട്ടുള്ള മഴ, ഒരു ഇൻസെക്ട് അല്ലെ. അപ്പൊ അത്രയുമാണ് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സീനിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കുകയും എക്സ്പ്ലെയിൻ ദ ലാസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ സ്റ്റാൻസ. നമ്മുടെ ഈ സ്റ്റാൻസയിൽ അവസാനത്തെ ആ ഒരു 2 ലൈൻസ് ഏതൊക്കെയാണ്? മോർ കാൻഡിൽസ് തൊട്ട് എൻഡ്ലെസ് റെയിൻ വരെ അല്ലെ, ആ ഒരു സ്റ്റാൻസയെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? The last 2 lines of the stanza mean that it rained heavily and more insect came out അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? ഈ അവസാനത്തെ 2 വരിയിൽ പറയുന്നത് ശക്തിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതോറും എന്താണ് ഒരുപാട് ഇഴജന്തുക്കളും ജീവികളും ഒക്കെ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെ മഴ പെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്ത്? നമ്മുടെ ഈ സ്കോർപ്പിയനും വന്നത് അല്ലെ. Also more and more peasants came to the poet's house with candles and lanterns. അപ്പൊ ഒരുപാട് നല്ല ശക്തിയായിട്ടുള്ള മഴ പെയ്യുമ്പോൾ ഇഴജന്തുക്കളൊക്കെ വരുന്നത് പോലെ എന്തുണ്ട്? ഈ ഒരു കുറെ പെസൻസുകൾ അല്ലെ, അതായത് ഒരുപാട് അയൽക്കാര് അവരുടെ കയ്യിലുള്ള വെട്ടം വെളിച്ചമൊക്കെ ആയിട്ട് ഈ ഒരു കുടിലേക്ക് ഈ ഒരു പോയിന്റിന്റെ അമ്മ
വിഷമേറ്റ് കിടക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഓടി എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് മോർ കാൻഡിൽസ്, മോർ ലാൻഡേഴ്സ്, മോർ നൈബേഴ്സ് അല്ലെ. ഒരുപാട് ആളുകൾ വെളിച്ചം, അതുപോലെ തന്നെ നല്ല ശക്തിയായിട്ടുള്ള മഴ, ഒരുപാട് ഇഴജന്തുക്കൾ പിന്നെയും പിന്നെയും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ലിസ്റ്റ് ദ പ്രേയേഴ്സ് ദാറ്റ് ദ പെസൻസ് മേക്ക് ഫോർ ദ മദർ. അവിടെ ഓടിക്കൂടിയ പെസൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബന്ധുക്കളും അതുപോലെ അയൽക്കാരും ഒക്കെ എന്താണ് ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? എന്ത് പ്രാർത്ഥനയാണ് ചെയ്തത്? ആൻസർ എന്താണ്? May the scorpion is still. ഒന്നാമതായിട്ട് അവർ പ്രാർത്ഥിച്ചത് എന്താണ്? സ്കോർപ്പിയൻ ദയവായിട്ട് ഒന്ന് അനങ്ങാതെ എവിടെയെങ്കിലും കിടന്നിരുന്നെങ്കിൽ, അതെ അതൊന്ന് പാരലൈസ്ഡ് ആയിട്ട് അനങ്ങാൻ പറ്റാതെ ആയിരുന്നെങ്കിൽ എന്ന് അവർ പ്രാർത്ഥിച്ചു അല്ലെ. പിന്നെ എന്താണ് പ്രാർത്ഥിച്ചത്? May the sin of the previous birth be burned away. എന്നാണ് അവർ ചെയ്ത പാപങ്ങളെല്ലാം ഈ ഒരു വേദന അല്ലെ, ഈ ഒരു സ്കോർപ്പിയന്റെ കടിയോട് കൂടിയുള്ള ആ വേദനയിൽ തീർന്നു പോകും. അത്രയ്ക്ക് അവര് വേദന അനുഭവിക്കുന്നുണ്ട് അല്ലെ. May the suffering decrease the misfortunes of the next birth. ഈ ജന്മത്തിലും മാത്രമല്ല അടുത്ത ജന്മത്തിലും അവർ അനുഭവിക്കാനുള്ള വേദനയും എല്ലാ വിഷമങ്ങളും ഒക്കെ ഈ ഒരു അപകടത്തോടു കൂടി ഇല്ലാതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താണ്? May the sum of evil become diminished അല്ലെ. അതുപോലെ തന്നെ ആ ഒരു വിഷയം ഇതോടുകൂടി നശിച്ചു പോയിരുന്നെങ്കിൽ എന്നും അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ പ്രാർത്ഥിക്കുക? May the poison purify the flesh അല്ലെ. നമ്മുടെ ആ ഒരു ഫ്ലഷ്, അവരുടെ ആ ഒരു ശരീരത്തില് ഈ ഒരു പോയിസൺ വന്നതോടുകൂടി ശരീരം ഒന്ന് പ്യൂരിഫൈ, ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് അവര് ശുദ്ധീകരിക്കപ്പെടട്ടെ എന്നും അവര് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ പെസൻസ് എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത്? May the scorpion sit still, may the sin of the previous birth be burned away, may the suffering decrease the misfortune of next birth, may the sum of evil become diminished, may the poison purify the flesh. അപ്പൊ 5 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 5 എണ്ണം ഓക്കെ. അപ്പൊ ആ ഒരു 3 ക്വസ്റ്റ്യൻ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പെസൻസ് എന്തൊക്കെയാണ് പ്രാർത്ഥിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. അടുത്തായിട്ട് നോക്കിക്കേ, അടുത്ത ഒരു ചെറിയൊരു സെക്ഷൻ ആണ് കേട്ടോ. പോയത്തിന്റെ ലാസ്റ്റ് ലൈൻസ് ആണ്. ആഫ്റ്റർ 20 hours ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് സ്റ്റിൽ അല്ലെ. ഒരു 20 മണിക്കൂറിന് ശേഷം അമ്മയ്ക്ക് എന്തായി? അതിന്റെ കടിയേറ്റതിൽ നിന്ന് ഒരു നേരിയ ആശ്വാസം കിട്ടി എന്നാണ് പറയുന്നത്. My mother only said, thank God the scorpion picked on me and spared my children. അപ്പൊ അമ്മ എന്താണ്, അമ്മയ്ക്ക് ബോധമൊക്കെ വന്ന് ഒന്ന് ശരിയായപ്പോ അമ്മ ആദ്യം എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ സമാധാനിക്കൊന്നുമല്ല, മറിച്ച് അമ്മ എന്താ പറയുന്നത്? താങ്ക് ഗോഡ്. ആകെ അമ്മ അത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണ്? താങ്ക് ഗോഡ് the scorpion picked on me. എന്തിന് നന്ദി? സ്കോർപ്പിയൻ എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത്, കടിക്കാനായിട്ട് എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത്. ആ സ്പെയർഡ് മൈ ചിൽഡ്രൻ, എന്റെ കുട്ടികള് രക്ഷപ്പെട്ടല്ലോ. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് അമ്മ കണ്ടു നോക്കുമ്പോൾ പറഞ്ഞത് എന്നാണ് പോയിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു വരികളിലൂടെയാണ് ഇവിടെ സെൽഫ്ലെസ് ലവ് അല്ലെ, ഒരു അമ്മയുടെ നിസ്വാർത്ഥമായ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു 4 ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു 4 ലൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ പോയിന്റ്. കാരണം ഇതിന്റെ തീം തന്നെ എന്താണ്? ഈ ഒരു അവസാനത്തെ ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിനെ കുറിച്ച് ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കിക്കേ. Why did the mother feel relieved അല്ലെ. അമ്മ എന്തുകൊണ്ടാണ് ഒരു ആശ്വാസം അല്ലെ, ഒരു നേരിയ ഒരു ആശ്വാസം തോന്നിയത്? എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് ചെറിയൊരു ആശ്വാസം തോന്നിയത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സ്കോർപ്പിയൻ ബിറ്റ് ഹർ. അമ്മ പറയുകയാണ്, സ്കോർപ്പിയൻ എന്നെ മാത്രമല്ലേ കടിച്ചുള്ളൂ, എന്റെ കുട്ടികളെ വെറുതെ വിട്ടല്ലോ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഒരു ആശ്വാസം തോന്നിയത്. വാട്ട് ഡസ് ദ പോയം സേ അബൌട്ട് എ മദർ? ഈ പോയറ്റില് ഒരു അമ്മയെ കുറിച്ച് നമുക്ക് എന്താണ് പോയറ്റ് മനസ്സിലാക്കി തരുന്നത്? എന്താണ് മനസ്സിലാക്കി തരുന്നത്? മദേഴ്സ് ലവ് ഹെർ ചിൽഡ്രൻ മോർ ദാൻ ഹെർസെൽഫ് അല്ലെ. അമ്മമാർ എങ്ങനെയാണ്? അവരെക്കാളും അവരുടെ കുട്ടികളെയാണ് സ്നേഹിക്കുക. ഷീ വാണ്ട്സ് ടു സേവ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ കൈൻഡ്സ് ഓഫ് പെയിൻ. ഇവിടെയുള്ള ഒരു അമ്മയും എന്തിനാണ് ആഗ്രഹിച്ചത്? തന്റെ കുട്ടികളെ എല്ലാ വേദനകളിൽ നിന്നും അല്ലെ, ആ ഒരു ജന്തു തേള് കടിച്ചപ്പോൾ ഉണ്ടായിരുന്ന വേദന അവർ അനുഭവിച്ചതാണ് അല്ലെ. അപ്പൊ അത്രയും അസഹനീയമായിട്ടുള്ള ഒരു വേദന തന്റെ കുട്ടികൾക്ക് കൊടുക്കാതിരുന്നതിന് അവര് നന്ദി പറയുകയാണ് അല്ലെ. അങ്ങനെ എല്ലാ തരത്തിലുള്ള വേദനകളിൽ നിന്നും എന്റെ കുട്ടികളെ രക്ഷിക്കണമെന്ന് രക്ഷിതൻ നന്ദി എന്നാണ് അമ്മ
പറയുന്നത്. അങ്ങനെയുള്ള ഒരു നല്ലൊരു സെൽഫ്ലെസ് ഒരു ലവ് ആയിട്ടുള്ള ഒരു കെയർ ചെയ്യുന്ന ഒരു അമ്മേനെയാണ് ഈ ഒരു പോയിന്റ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Find words from the stanza having the following meanings. അല്ലെ, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെലക്ടഡ് ഡിഡ് നോട്ട് ഹാവ് അല്ലെ, സെലക്ട് ചെയ്യുക അതായത് തിരഞ്ഞെടുക്കുക. ഡിഡ് നോട്ട് ഹാവ് എന്താണ്? ഉപദ്രവം ഒന്നും ഏൽപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഡിഡ് നോട്ട് ഹാവിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ഈ സെലക്ടഡും ഡിഡ് നോട്ട് ഹാവും ഈ രണ്ട് വേർഡ്സിന്റെയും മീനിങ് വരുന്ന രണ്ട് വാക്കുകൾ ഈ പോയത്തിൽ നിന്നും കണ്ടുപിടിക്കാനാണ് തന്നിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ നമ്മളോട് ചോദിക്കാം കേട്ടോ, പോയത്തിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പൊ എങ്ങനെയാണ്? പിഡ്, അതുപോലെ തന്നെ സ്പെയർഡ് അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സെലക്ട് ചെയ്യുകയാണ്. സ്പെയർ എന്ന് വെച്ചാൽ എന്താ? ഉപദ്രവം ഏൽപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഈ രണ്ട് വാക്കുകൾ മാത്രമല്ല, പോയത്തിൽ നിന്ന് നമ്മളോട് ഏത് വേർഡിന്റെ മീനിങ് നമ്മളോട് ചോദിക്കാം. അതുപോലെയുള്ള പകരത്തിനുള്ള വേർഡ് എഴുതാനും പറയാം. ഓക്കെ, അതുകൊണ്ട് ആ വേർഡിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചിരിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ സെലക്ടഡ് എന്ന് വെച്ചാൽ എന്താണ്? പിക്ഡ് ആണ്. അതുപോലെ ഡിഡ് നോട്ട് ഹാവ് എന്ന് വെച്ചിട്ട് അർത്ഥം എന്താണ്? സ്പെയർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ ദ ഫോളോയിങ് ഇൻ അബൌട്ട് 30 to 40 വേർഡ്സ്. ഇനി നമ്മൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് ഒരു 2 or 3 വാക്കിൽ ഉത്തരം എഴുതാനുള്ളതായിരുന്നു അല്ലെ. ഇനി നമ്മൾ 3 മാർക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ മണ്ടൊക്കെ കഴിഞ്ഞ് വലിയ ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മേക്സ് ദ പോയറ്റ് റിമെമ്പർ ദാറ്റ് പർട്ടിക്കുലർ നൈറ്റ്? അപ്പൊ ഇവിടെ പോയറ്റ് നമ്മുടെ നിസീം എസെക്കിയേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോയറ്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസിൽ നിന്നും ഈ ഒരു എക്സ്പീരിയൻസ് ഒരു കവിതയായിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ പോയിട്ട് നമ്മളോട് ആ ഒരു പർട്ടിക്കുലർ നൈറ്റ് അല്ലെ, ഈ സ്കോർപിയൻ കടിക്കുന്ന ആ ഒരു രാത്രിയെ പറ്റി എന്ത് വിവരണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ദ പോയിറ്റ് കാനോട്ട് ഫോർഗെറ്റ് ദാറ്റ് നൈറ്റ് ക്ലിയർലി. പോയിന്റിന് എന്താണ്? ഇത്രയും വലുതായിട്ടും ആ ഒരു രാത്രി അദ്ദേഹത്തിന് ഒരിക്കലും മറക്കാൻ പറ്റുന്നത് അല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഓൺ ദാറ്റ് നൈറ്റ്, ആ ഒരു രാത്രിയിൽ ഹിസ് മദർ വാസ് സ്റ്റൺ ബൈ എ സ്കോർപിയൻ. അദ്ദേഹത്തിന്റെ അമ്മ ഒരു സ്കോർപിയന്റെ കടിയേറ്റ് വേദന അനുഭവിച്ചു. ഷീ സഫേർഡ് ടെറിബിളി, ഒരുപാട് അവര് സഹിച്ചു. എത്ര മണിക്കൂറാണ്? ഷീ സഫേർഡ് ടെറിബിളി ഫോർ 20 hours. ഒരു 20 മണിക്കൂറോളം ആ ഒരു സ്കോർപിയൻ കടിച്ച വേദനയും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാച്ച്ഡ് ഇറ്റ് ഹെൽപ്ലെസ്ലി. അപ്പൊ ഇത് ചെറിയ കുട്ടി ആയതുകൊണ്ട് പോയിന്റിന് എന്താണ്? ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ നിസ്സഹായനായിട്ട് അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ മാത്രമാണ് പോയിന്റിന് കഴിയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. How does the poet Nissim Ezekiel describe the scorpion in his poem? ഇവിടെ നിസീം എസെക്കിയേൽ സ്കോർപിയൻ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അല്ലെ? സ്കോർപിയൻ എന്ത് രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? എന്തൊരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്? Steady rain had driven the scorpion into the dark room. അല്ലെ, നല്ല ശക്തിയായിട്ടുള്ള മഴയുള്ള ഒരു രാത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ സ്കോർപിയൻ ഇഴഞ്ഞ് ഇവരുടെ ഈ അമ്മയും മക്കളും കിടക്കുന്ന ഈ ഒരു മുറിയിലേക്ക് വന്നത്. And crawled beneath the sack of rice. എന്ത് ചെയ്തു? ഇഴഞ്ഞു വന്ന് അവിടെ ഒരു ചാക്ക് അരിയുടെ അടിയിലേക്ക് അത് കയറിയിരുന്നു. പിന്നെന്താണ്? It had diabolic tail carrying poison. അല്ലെ, എന്താണ്? അതിന്റെ വാലിൽ എന്താണ്? നല്ല വിഷം ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ വിഷം എങ്ങനെയായിരുന്നു? അമ്മയുടെ എന്താണ്? ആ ഒരു ശരീരത്തിലേക്ക് എന്താണ്? ആ ഒരു ശക്തിയായിട്ടുള്ള വിഷം നല്ലപോലെ സ്പ്രെഡ് ആയി. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എന്ത് പറ്റി? ഒരുപാട് സമയം അമ്മ ഒരു 20 hours സമയത്തോളം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെ. ദ പെസൻസ് ട്രൈ ടു ഗോഡ്. അപ്പൊ ഇവരുടെ നിലവിളിയും കരച്ചിലൊക്കെ കേട്ടിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഓടി വന്ന ആളുകൾ എന്താ ചെയ്തത്? they prayed to God. അവരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്താണ്? ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ് ഓഫ് ദ ഈവിൾ വൺ. എന്താണ്? ആ ഒരു വിഷജന്തുവിന്റെ മൂവ്മെന്റ് അത് എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെ കിടന്ന് നശിച്ചു പോട്ടെ, ഇനി അത് അനങ്ങാതിരിക്കട്ടെ എന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ ഒരു സ്കോർപിയൻ എന്താണ്? ഭയങ്കര ഒരു വല്ലാത്തൊരു ഈവിൾ വൺ, അല്ല ഒരു ദുഷ്ടശക്തിയുടെ ഒരു രൂപമാണ് ഇവിടെ പോയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. കാരണം എല്ലാവരും നശിച്ചു പോണേന്ന് ഒരേ സ്ഥലത്ത് പ്രാർത്ഥിച്ച ഒരു സമയമായിരുന്നു ആ രാത്രി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ഡസ് ദ പോയം സേ അബൌട്ട് പോയറ്റ്സ് മദർ? ഇനി ഇവിടെ ഇദ്ദേഹത്തിന്റെ അമ്മയുടെ സ്നേഹത്തെ പറ്റിയാണ് മെയിൻ ആയിട്ടും പറയുന്നത് അല്ലെ. അപ്പൊ ഈ പോയറ്റിന്റെ അമ്മ അത് എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്? പോയറ്റിന്റെ അമ്മേനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? മദർ ലവ് ഹെർ ചിൽഡ്രൻ മോർ ദാൻ ഹെർസെൽഫ് അല്ലെ. അമ്മമാർ എങ്ങനെയാണ്? കുട്ടികളെ അവരെക്കാൾ നന്നായിട്ട് സ്നേഹിക്കും അല്ലെ. അവർക്കൊന്നും പറ്റരുത് എന്നാണ് എപ്പോഴും പ്രാർത്ഥിക്കുക.
She wants to save her children from every kind of way. അപ്പൊ നമ്മുടെ ഈ പോയത്തിലുള്ള അമ്മയും എങ്ങനെയാണ് നമ്മുടെയൊക്കെ സാധാരണ അമ്മമാരെ പോലെ തന്നെ ഒരു അമ്മയാണ്. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? അത്രയേറെ സഹിച്ച് വേദനയൊക്കെ സഹിച്ച് അവരുന്നപ്പോഴും അവരുടെ ആ ഒരു പ്രാർത്ഥന, എന്റെ കുട്ടികൾക്ക് ഒന്നും പറ്റരുതേ, അവർക്ക് ഇങ്ങനെയുള്ള ഒരു വേദനയും കൊടുക്കരുത് എന്നാണ് ആ അമ്മയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. The mother thanked God for sparing her children from the sting of the scorpion. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവത്തിനോട് അവരെ നന്ദി പറയുകയാണ്. എന്റെ കുട്ടികളെ ഇത്രയും വലിയ ഒരു അപകടത്തിൽ നിന്നും ഒരു വേദനയിൽ നിന്നും രക്ഷിച്ചതിന് ദൈവമേ നിനക്ക് നന്ദി എന്നാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. The mother was Indian woman. അല്ലെ? അപ്പൊ എങ്ങനെയുള്ള ഒരു അമ്മയാണ്? നമ്മൾക്കൊക്കെ പരിചിതമായതുപോലെ ഒരു സാധാരണ ഒരു ഇന്ത്യൻ വുമൺ ആണ്, ഒരു ഇന്ത്യൻ മദറിനാണ് ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഷീ വാസ് മച്ച് കൺസേൺഡ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് ഹെർ ചിൽഡ്രൻ. ഇങ്ങനെയാണ് കുട്ടികളുടെ സുരക്ഷിതത്വം അല്ലെ, അവരുടെ ഒരു സേഫ്റ്റി, അവരുടെ ആ ഒരു സുരക്ഷിതത്വത്തിനെ കുറിച്ചാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ. അത് തന്നെയാണ് അവരുടെ ചിന്ത. It shows her selfless love for the children. അപ്പൊ കുട്ടികളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള അല്ലെ, തനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അവർക്കൊന്നും പറ്റരുത് എന്നുള്ള ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സ്നേഹം, നിസ്വാർത്ഥമായിട്ടൊരു സ്നേഹമാണ് ഇവിടുത്തെ ഒരു അമ്മയിലൂടെ ഈ പോയിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ലൈൻസ് ആണ്, പോയിന്റിന്റെ ലൈൻസ് ആണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ പോയത്തിന്റെ ലൈൻസ് വന്നിട്ട് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം എന്താണ്, പോയം ആയതുകൊണ്ട് നമുക്ക് ഷോർട്ട് സ്റ്റോറിയും മറ്റുള്ള സാധനങ്ങളൊക്കെ പോലെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്നും നമുക്ക് കളയാനില്ല അല്ലെ. പോയം ആയതുകൊണ്ട് തന്നെ ലൈൻസ് നോക്കുക, ലൈൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാൻസ് വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ഈ അവസാനം കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഈ സ്റ്റാൻസുകൾ നിങ്ങൾ നന്നായിട്ട് റീഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥങ്ങൾ കണ്ടോ, ഇത് വേർഡ്സ് കൊടുത്തിട്ടില്ല, അതുപോലെ നിങ്ങൾ ഈ ലൈൻസ് വായിക്കുമ്പോഴും അതിനകത്തെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എന്താണ്, ഇതിന്റെ മീനിങ്, മലയാളം മീനിങ്ങും ഇംഗ്ലീഷ് മീനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ ഇനി പോയത്തില് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, അതിന്റെ മീനിങ് പറഞ്ഞു തരാം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോഡൽ എക്സാമിന്റെ സമയത്താണ് നമ്മൾ തരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറെ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പോയമാണ്, അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ഉറപ്പായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് അവരുടെ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ പറയാണ്, എല്ലാവരും പോയം നന്നായിട്ട് വായിച്ചു നോക്കുക, വായിച്ചു പോവുക. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിന്റെ മീനിങ് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് കേട്ടോ. കുറെ പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന സൗണ്ട് കേട്ടിട്ട് അതുകൊണ്ട് പലർക്കും കേൾക്കാൻ പറ്റാൻ വരും കേട്ടോ. ഓൾറെഡി നമ്മുടെ ഈ ഓൺലൈൻ അല്ല, അപ്പൊ അതിൻ്റെതായ പണികൾ നമുക്കുണ്ട്. ചിലപ്പോൾ റേഞ്ചിന്റെ ഇപ്പൊ ആപ്പിന് എന്തോ കംപ്ലൈന്റ് വന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാൻ നോക്കുമ്പോ ഇവിടെ മീറ്റിംഗിലൊന്നും കാണിക്കുന്നില്ല, പിന്നെ അത് പിന്നെയും കണക്ട് ആയിട്ട് വരില്ല. അപ്പൊ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഇടയ്ക്ക് സൗണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ഓൺ ചെയ്തിട്ട് അവിടെ സംസാരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലെ ബഹളം ഒക്കെയാണ് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാതെ വരും കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ മൈക്ക് മ്യൂട്ട് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ, കാരണം പിന്നെ കേൾക്കില്ല. അപ്പൊ നെറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് റേഞ്ച് പോകും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ
വേറെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ പറഞ്ഞു തന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ see you in the next class. English Novacillin. Syrian, Novacillin, Venetia, Gineth, Cletus, Maria, Nixon, Remia, Rajan, Son Joyce, TV, Kuriakos. പ്രായമുള്ള ഞാൻ ചോദ്യമൊക്കെ ഇംഗ്ലീഷ് മറുപടി പറയുന്ന ഞാനാണ്. I said that may I introduce myself. I'm Syrian KS from Masheri, and I have finished and passed SLC examination in 1971. I also am a widower, having 68 years of old. Yeah, you are introducing from the beginning, everybody knows.